ഹലോ, ഇന്നൊരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഇത്രയും സാധനങ്ങൾ വെച്ച് ഒന്ന് കോളേജിൽ ചേർന്നതേ ഓർമ്മയുള്ളൂ. ഇപ്പതേ നാളെ തൊട്ട് സെം എക്സാം തുടങ്ങുകയാണ്. സോ ഇന്ന് നമുക്ക് ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗെറ്റ് റെഡി വിത്ത് മീ. ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് വാഷ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണല്ലോ മോയ്സ്ചറൈസർ. ഇതില്ലാണ്ട് മേക്കപ്പ് അത് നമുക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ. എക്സാം ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ നിന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് 2 ആഴ്ച മുമ്പേ വീട്ടിലേക്ക് കെട്ടും കിടക്കൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഞാൻ. ഇതിപ്പോ ഹോൾ ടിക്കറ്റ് മേടിച്ച് നാളെ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ തിരിച്ച് പി ജിയിലേക്ക് പോവാം. അല്ലേലും വീട്ടിലെ ആ ഒരു വഴക്കിന്റെ ബഹളത്തിന്റെ ഇടയിൽ ഇരുന്ന് പഠിക്കുമ്പോൾ കിട്ടണ സുഖം പി ജിയിൽ സമാധാനമായിട്ട് ഇരുന്ന് പഠിക്കുമ്പോൾ കിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു ചാപ്റ്റർ പോലും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് സൂക്ഷ്മയോടെ ചെയ്യേണ്ട സ്റ്റെപ്പിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഐബ്രോ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. മേക്കപ്പ് ചെയ്യാൻ ഒരു താല്പര്യം ഇല്ലാണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല പേടിച്ചാണ് ഞാൻ വാലിട്ട് കൊടുക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് രണ്ടും ഏകദേശം ഒരുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് സ്റ്റെപ്പ് ചെയ്യാം, ലിപ് ലൈനിങ്. എന്തുകൊണ്ടാണെന്നറിയില്ല, വെറുതെ വീട്ടിൽ അടക്കുമ്പോഴും ലിപ് ലൈൻ ചെയ്തുകൊണ്ട് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കറക്റ്റ് 11 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞാൻ 12 മണിയായിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. പോകാൻ വലിയ മൂഡില്ലാണ്ട് ഒരുങ്ങുന്നോണ്ട് തന്നെ ആ ഫ്ലോ അങ്ങ് കിട്ടുന്നില്ല. പിന്നെ അതേ സ്വഭാവമുള്ള ഫ്രണ്ടിനെ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാനും അവളും വലിയ കാര്യത്തിന് 11 മണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഇതേവരെ ഞാനും അവളും വിളിച്ചിട്ടില്ല. ഇതോടുകൂടി പരിപാടി അവസാനിപ്പിക്കാന്ന് ഓർത്തോണ്ടിരുന്നപ്പോഴാണ് ബ്ലഷിന്റെ കാര്യം വിട്ടുപോയത്. പിന്നെ ആ തിരക്ക് പിടിച്ച് ബ്ലഷ് ഇട്ടതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല രീതിക്ക് കൂടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാനം ആരുടെയോ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടിയ പോലെയായിരുന്നു കവിളും മൂക്കും എല്ലാം ഇരുന്നത്. പിന്നെ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി കുറച്ച് കോമ്പാക്ട് ഇട്ട് കൊടുത്തു. മുടിയിലൊരു താജ്മഹൽ കെട്ടാനുള്ള ക്ഷമ ഇനി എനിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ മുടി ഒന്ന് ഈരി കൊടുത്തിട്ട് അഴിച്ചിട്ടു. ഒരു കൊട്ട എണ്ണ തലയിലെടുത്ത് കമത്തിയോണ്ട് തന്നെ മുടി നല്ല ഒട്ടിയാണ് കിടക്കുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. ബൈ ബൈ.